അയാൾ അങ്ങനെ സോന ഓഫീസിലുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് ഇങ്ങനെ പറയാണ്, ആരെങ്കിലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാം, ഇനി ഞാനായിട്ട് കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളെ ഈ ഓഫീസിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയത്ത് ആരും മിണ്ടുന്നില്ല. ആ സമയത്ത് തന്നെ സോന പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു സ്റ്റാഫിനെ അങ്ങ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, നീ വരുണിൻ്റെ ലാപ്ടോപ്പ് അങ്ങ് എടുത്തു കൊണ്ടുപോവാ എന്നൊക്കെ പറയാണ്. അപ്പോൾ അയാൾ നേരെ പോയിട്ട് ഈ വരുണിൻ്റെ ലാപ്ടോപ്പ് അങ്ങ് എടുത്തു കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്തൊക്കെ വരുൺ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ കാത്തിരുന്ന് നോക്കുകയാണ്. ഈ സമയത്ത് ഇയാൾ അങ്ങ് കൊണ്ടുവന്നിട്ട് ആ ലാപ്പ് അങ്ങ് തുറക്കുന്നുണ്ട്. ആ സമയത്ത് സോന അയാളോട് അങ്ങ് പറയുന്നുണ്ട്, ആ ലാപ്പ് തുറന്നിട്ട് അതിൽ സെൻറ്റ് മെയിൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എന്നൊക്കെ പറയണം. അപ്പോൾ എല്ലാവരും ഈ ഒരു ലാപ്പിലേക്ക് അങ്ങ് സൂക്ഷിച്ച് നോക്കുകയാണ്, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇയാൾ ആ സെൻറ്റ് മെയിൽസ് മൊത്തം ചെക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ മെയിൽ തന്നെ ആ ഒരു മെയിൽ കാണുകയാണ്. അത് ആൻ്റണിക്ക് അയച്ച ഒരു മെയിൽ. ആ സമയത്ത് ഈ സ്റ്റാഫ് പറയുന്നുണ്ട്, മാഡം ഈ ലാപ്ടോപ്പിൽ ആ ഒരു മെയിൽ കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ സോന പറയുന്നുണ്ട്, അപ്പോൾ ആ ഒരു മെയിൽ പോയത് ഈ വരുണിൻ്റെ ലാപ്പിൽ നിന്നാണ് എന്നുള്ള കാര്യം എല്ലാവരോടും അങ്ങ് പറയാണ്. ആ സമയത്ത് സോന അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത ഒരാളെ എങ്ങനെയാണ് ശിക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെ പറയാം എന്നൊക്കെ ഈ സ്റ്റാഫിനോട് എല്ലാവരോടും കൂടിയിട്ട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സീനിയർ മാനേജർ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മാഡം ഇവനെ എത്രയും പെട്ടെന്ന് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്, പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചിട്ട് അവരെ ഏൽപ്പിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു സ്റ്റാഫും കൂടി പറയുന്നുണ്ട്, നമ്മൾ കാലങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളാണ്, നമ്മളെ കൂടി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇയാൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇയാൾക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇയാൾ ഇവിടുന്ന് പുറത്താക്കുകയാണ്. പിന്നെ ഇയാൾ ഈ ഓഫീസിൻ്റെ പടി ചവിട്ടരുത് എന്നുള്ള കാര്യമൊക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ഈ സോന ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ വർണ്ണിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. ആ വർണ്ണ ഇങ്ങനെ പറയുന്നുണ്ട്, മാഡം ഞാനിതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ അവനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സോന പറയുന്നുണ്ട്, ഇതിലും വലിയൊരു തെളിവ് വേറെ ഇല്ല, അതുകൊണ്ട് നമുക്ക് നമ്മുടെ സുഹൃത്തിനെ മാന്യമായിട്ട് ഈ സ്ഥാപനത്തിൽ നിന്ന് അങ്ങ് പറഞ്ഞയക്കാം എന്നൊക്കെ ഇങ്ങനെ എല്ലാവരോടും കൂടിയിട്ട് അങ്ങ് പറയുന്നുണ്ട്. എന്നിട്ട് ഈ സോന ഈ വർണ്ണിനോട് പറയുന്നുണ്ട്, എൻ്റെ തീരുമാനങ്ങളൊക്കെ എതിർത്ത് CEO ആണ് നിന്നെ ഡയറക്റ്റായിട്ട് ഇവിടെ അങ്ങ് നിയമിച്ചത്. CEOക്ക് നിന്നോടുള്ള അത്രയും വിശ്വാസം കൊണ്ടായിരുന്നു, പക്ഷേ ആ ഒരു വിശ്വാസം നീ ഒരു ആഴ്ച പോലും തികച്ചില്ലല്ലോ എന്നൊക്കെ അങ്ങനെ ഇവനോട് അങ്ങ് പറയാണ്. എന്നിട്ട് ഇവനോട് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് അങ്ങ് പുറത്ത് പോകാം, ബാക്കിയുള്ള എല്ലാവർക്കും അവരവരുടെ സീറ്റിലേക്കും തിരിച്ച് അങ്ങ് പോകാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും അങ്ങ് പിരിച്ചു വിടുന്ന സമയത്ത് ഈ വരുണ് നേരെ ഈ സോനയുടെ മുന്നിൽ അങ്ങ് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മാഡം എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. എന്നിട്ട് വരുൺ അങ്ങ് തുടങ്ങുന്നുണ്ട്. വരുൺ പറയുന്നുണ്ട്, എൻ്റെ ലാപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു മെയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റാരോ ചെയ്തതാണ്, ഞാൻ അങ്ങനെ ഒരു മെയിൽ ആർക്കും അയച്ചിട്ടില്ല, അപ്പോൾ അതാരെങ്കിലും മറ്റാരോ എൻ്റെ ലാപ്പ് എടുത്ത് അയച്ചിട്ടുള്ളതാണ് എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ CCTV അങ്ങ് ചെക്ക് ചെയ്താൽ പോരെ എന്നൊക്കെ പറയാണ്. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, ഓക്കെ എന്നാൽ നമുക്ക് CCTV ചെക്ക് ചെയ്യാം എന്നൊക്കെ പറയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്റ്റാഫ് പറയുന്നുണ്ട്, അതിന് ഇന്ന് രാവിലെ തൊട്ട് തന്നെ CCTV ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അങ്ങ് പറയണം. അപ്പോൾ സോന പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് കുറ്റക്കാരനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് വീണ്ടും അങ്ങ് പുറത്ത് പോകാൻ പറയുന്ന സമയത്ത് ഈ വരുണ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം കാണിച്ചു തരാനുണ്ട്, CCTVയിലേക്ക് വേണമെങ്കിൽ ഈ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടാവില്ല, സത്യത്തിൻ്റെ കണ്ണുകൾ എത്ര മൂടി കെട്ടിയാലും ഒരു കണ്ണ് തുറന്നിരിക്കും എന്നല്ല പറയുന്നത്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇതിനുള്ള തെളിവുണ്ട്, നിങ്ങൾ കാണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അവൻ്റെ ഫോൺ എടുത്തിട്ട് അവൻ ഷൂട്ട് ചെയ്ത വീഡിയോ അങ്ങ് പ്ലേ ചെയ്തിട്ട് ഈ സോനക്ക് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന സോനയുടെ കോൺഫിഡൻസ് പെട്ടെന്ന് ഈ വരുണിൻ്റെ ഫോണിലുള്ള വീഡിയോ അങ്ങ് കാണാണ്. അതും ആ കാർത്തിക് അവൻ്റെ ക്യാബിനിൽ കയറിയിട്ട് ആ ഒരു മെയിൽ അയക്കുന്ന ഒരു വീഡിയോ അങ്ങ് ഇവൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാഴ്ച അങ്ങ് കാണുമ്പോൾ സോന അങ്ങ് പേടിക്കുന്നുണ്ട്. അപ്പോൾ സോന ആകെ അങ്ങ് പതറുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കോൺഫിഡൻസും അങ്ങ് ഒഴുകി അങ്ങ് പോവുകയാണ്. ആ സമയത്ത് ഈ വരുൺ ഈ വീഡിയോ ഒക്കെ കാണിച്ച് എല്ലാവർക്കും അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, അല്ല വരുൺ ഇത് എങ്ങനെ സംഭവിച്ചത്, നിനക്ക് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ മനസ്സിലായത് എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ ഈ വരുൺ പറയുന്നുണ്ട്, നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും നമ്മുടെ കൂടെ ഒരുമിച്ച് എല്ലാ സമയത്തും ഉണ്ടാകാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം ബാധിക്കില്ല എന്നുള്ള കാര്യം പറയാണ്. എന്നിട്ട് അവനിങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം എനിക്ക് കാണിച്ചു തരാനുള്ള കാരണം എൻ്റെ ഭാര്യയായിട്ടുള്ള രാധികയാണ് എന്നുള്ള കാര്യം എല്ലാവരോടും പറയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ എല്ലാവരും കൂടിയിട്ട് ഇവനോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഇവൻ ആ ക്യാബിനിൽ നിന്ന് ആ ഒരു ഫയൽ എടുക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് അങ്ങ് പോകുന്ന സമയത്ത് ഈ കാർത്തിക് അവൻ്റെ ക്യാബിൽ കയറിയ ആ ഒരു ടൈമിൽ ഇവന് അവിടെ എങ്ങനെ ഫയൽ ചെക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും രാധിക അവനങ്ങ് കോൾ ചെയ്യുന്നത്. അപ്പോൾ രാധിക ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല തിരക്കിലാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഈ വരുണ് പറയുന്നുണ്ട്, അല്ല ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്, എടോ ഡ്യൂട്ടിയിലാണ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ഇവളോട് അങ്ങ് തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, അതേ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, അത് പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്നൊക്കെ പറയാണ്. ആ വരുണ് ചോദിക്കുന്നുണ്ട്, എന്ത് ഹാപ്പി ന്യൂസ് ആണ് എന്ന് അവളോട് തിരിച്ചങ്ങ് ചോദിക്കുകയാണ്. ആ സമയത്ത് രാധിക പറയുന്നുണ്ട്, ഇന്ന് എനിക്കൊരു പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതൊരു കല്യാണ നിശ്ചയമാണ്, 200 പേരുടെ പരിപാടിയാണ്, അപ്പോൾ 200 പേർക്കുള്ള സദ്യയുടെ ഓർഡറാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ
ദിവസം ചിലവ് ചെയ്യുന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് ഇവിടെ വെച്ചിട്ടുണ്ട്, അതെന്തായാലും തിരിച്ചു വരുമ്പോൾ ഞാൻ തരാം എന്നൊക്കെ പറയാണ്. അപ്പോൾ വരുണ് ചോദിക്കുന്നുണ്ട് സർപ്രൈസ് അതെന്താണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രാധിക പറയുന്നുണ്ട് സർപ്രൈസ് തരുന്നത് ഞാനല്ലേ, അപ്പോൾ ഞാൻ എങ്ങനെ പറയുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ വരുണ് ചോദിക്കുന്ന സമയത്ത് ഈ രാധിക വീണ്ടും പറയുന്നുണ്ട് വേറൊരു സർപ്രൈസ് അല്ലേ പ്രതീക്ഷിക്കുന്നത്, അതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ആലോചിക്കാം എന്നുള്ള കാര്യം എങ്ങനെ ഈ രാധിക അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ വരണം ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രാധിക പറയുന്നുണ്ട് അതെ ഞാൻ ഇന്ന് രാവിലെ കൃഷ്ണൻകോവിലിൽ ഒരു അർച്ചന നടത്തിയിരുന്നു, അതിൻ്റെ പ്രസാദം ഞാൻ ഈ വരുണിൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ട്, അത് എല്ലാവർക്കും അവിടെയുള്ള സ്റ്റാഫിന് എല്ലാവർക്കും എടുത്ത് കൊടുക്കണം എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ വരുണ് ചോദിക്കുന്നുണ്ട് അല്ല നീ എല്ലാവർക്കും കൂടിയിട്ടാണ് പ്രാർത്ഥിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് എല്ലാവർക്കും കൂടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചതാണ്, എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതാണ്, അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ആ പ്രസാദം കൊടുക്കണം, പിന്നെ വരുണ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള ബാക്കി എല്ലാവർക്കും കൂടി നല്ലത് വരണ്ടേ എന്നുള്ള കാര്യമൊക്കെ രാധിക പറയാണ്. അവൻ വരുണ് പറയുന്നുണ്ട് അതൊക്കെ നല്ല ശരിയാണ്, എന്തായാലും ഞാൻ അതൊക്കെ എടുത്ത് ഇപ്പം തന്നെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ ഫയൽ അവിടെ വെച്ചിട്ട് അപ്പം തന്നെ അവൻ്റെ ക്യാബിനിലേക്ക് അങ്ങ് വരികയാണ്. അപ്പോൾ ക്യാബിൽ വരുന്ന ഡോർ തുറക്കുന്ന സമയത്ത് ആ ഡോറിന് ഉള്ളിലൂടെ ഇവന് കാർത്തിക അവൻ്റെ ലാപ്പിൽ അങ്ങ് ഉപയോഗിക്കുന്ന ഒരു കാഴ്ച അങ്ങ് കാണാണ്. അപ്പം തന്നെ അവൻ അവിടെ അങ്ങ് സ്റ്റക്കായിട്ട് പെട്ടെന്ന് തന്നെ ഇവൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ ലാപ്പിൽ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കാർത്തിക. അപ്പോൾ ആ ഒരു കാര്യം കണ്ടിട്ട് അവന് പെട്ടെന്ന് തന്നെ അവൻ്റെ ഫോൺ എടുത്തിട്ട് മെല്ലെ ആ ദൃശ്യങ്ങൾ മൊത്തം അങ്ങ് ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യമൊക്കെ വരുൺ എല്ലാവരോടും കൂടിയിട്ട് അങ്ങ് പറയുന്നുണ്ട്. എന്നിട്ട് വരുൺ അങ്ങ് പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ദൃശ്യം കാണാൻ കാരണം എൻ്റെ ഭാര്യയായിട്ടുള്ള രാധിക മാത്രമാണ്, അവൾ എല്ലാ പ്രാവശ്യവും എല്ലാ സമയത്തും എന്നോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി നല്ലതിന് വേണ്ടിയിട്ട് മാത്രം പ്രാർത്ഥിക്കുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ദൃശ്യം എനിക്ക് വേണമെങ്കിൽ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്, അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ ഇങ്ങനെ വരുൺ ഇങ്ങനെ പറയുന്നുണ്ട്. മാത്രമല്ല എന്നെ കണക്ട് ചെയ്തത് ആൻ്റണിയുമായിട്ടാണ്, അപ്പോൾ ആൻ്റണിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഭയങ്കര വിശ്വാസമായിരിക്കും, കാരണം ആൻ്റണി ആയിട്ടൊരു കണക്ഷൻ ഉണ്ടായത് എനിക്കായതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ വിശ്വസിക്കുകയും ചെയ്യും ആൻ്റണിയായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആയിരിക്കും വേണമെങ്കിൽ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കും ഞാൻ ഈ ഒരു ദൃശ്യം എല്ലാം പകർത്തിയത്, അതെന്നെ എല്ലാത്തിനും കാരണം എൻ്റെ ഭാര്യയാണ് എന്നുള്ള കാര്യം എല്ലാവരോടും കൂടിയിട്ട് അങ്ങ് പറയാണ്. എന്നിട്ട് സോനനോട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത കാർത്തികനോട് എനിക്കൊരു ദേഷ്യമില്ല, കാരണം കാർത്തിക ഈ ഒരു പണി ചെയ്തത് അവളുടെ മേലെ ഇരിക്കുന്ന ഒരാളുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള കാര്യം ഈ വരുന്ന അങ്ങ് ഈ സോനനോട് പറയാണ്. എന്നിട്ട് സോനനോട് പറയുന്നുണ്ട് അല്ല നിങ്ങളിപ്പോൾ ഈ ഒരു കമ്പനിയുടെ MD അല്ലേ, അപ്പോൾ MD ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചീപ്പായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നതിന് അത് നിങ്ങൾക്ക് ചേർന്നതല്ല, അതൊരു മോശം കാര്യം തന്നെയല്ലേ എന്നൊക്കെ ഇവളോട് അങ്ങ് തിരിച്ചങ്ങ് ചോദിച്ച് ഇവളെ അങ്ങ് ഇൻസൾട്ട് ചെയ്യാണ് എന്തായാലും വരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ സോന അങ്ങ് പെട്ടെന്ന് അങ്ങ് കയറി അങ്ങ് പോകുന്ന സമയത്ത് ഇവളെ വീണ്ടും അങ്ങ് തടഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് മാഡത്തിൻ്റെ ഫോണും കൂടി അങ്ങ് കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെറുക്കനോട് ഈ ദൃശ്യങ്ങളെല്ലാം അവളുടെ സുഹൃത്തിന് വീഡിയോ അയച്ച് കൊടുക്കുന്ന അയാളോട് ആ ഫോൺ അങ്ങ് വാങ്ങാൻ. അപ്പോൾ ഇവരുടെ ഈ സുഹൃത്ത് മൊത്തം ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അവരിതുവരെ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ നിൽക്കുമായിരുന്നു, പക്ഷേ ഈ വരുണിൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് അവരും ആകെ ചമ്മി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ വരുണ് അയാളുടെ അടുത്ത് നിന്ന് ആ ഒരു വീഡിയോ കോൾ ചെയ്യുന്ന ഫോൺ അങ്ങ് വാങ്ങിയിട്ട് സോനക്ക് അങ്ങ് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് സോനച്ചേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളാകെ തല താഴ്ത്തി പെട്ടെന്ന് തന്നെ അവളുടെ ക്യാബിനിലേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ്. അപ്പോൾ അവൾ ക്യാബിനിലേക്ക് അങ്ങ് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫായിട്ടുള്ള ഒരു പെണ്ണ് പെട്ടെന്ന് തന്നെ വരുണിനെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് കൈയടിച്ചിട്ട് വെൽ ഡൺ വരുൺ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനങ്ങ് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ തന്നെ വരുന്ന ഇവളോട് അങ്ങ് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഈ പ്രശ്നം നമ്മൾക്ക് ഇവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിക്കുക, ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകളൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ ബാഗിൽ നിന്ന് ആ ഒരു പ്രസാദം എടുത്തിട്ട് എല്ലാവർക്കും അങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നമ്മളിപ്പോൾ സ്ഥാപനത്തിൽ ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് അവരുടെ കീഴിലല്ല, അവരുടെ സ്ഥാപനമല്ലേ, അപ്പോൾ അവരുടെ സ്ഥാപനത്തിൽ തന്നെ നിന്നിട്ട് നമ്മൾ അവരെക്കുറിച്ച് കുറ്റം പറയാൻ പാടില്ലല്ലോ, അതൊരു മോശം കാര്യമല്ലേ, അതുകൊണ്ട് നമുക്ക് അവരെക്കുറിച്ച് കുറ്റമൊന്നും പറയണ്ട, നമ്മൾക്ക് അവർക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ ജോലി ചെയ്യാൻ വേണ്ടി വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും കൂടിയിട്ട് ആ പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും കൂടിയിട്ട് പറയുന്നുണ്ട് ഇതെൻ്റെ ഭാര്യ എല്ലാവർക്കും കൂടി കഴിപ്പിച്ച പ്രസാദമാണ്, എല്ലാവർക്കും നന്മ വരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ എല്ലാവരോടും അവരവരുടെ ക്യാബിനിലേക്ക് അങ്ങ് പോകാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നം അവിടെ സ്മൂത്തായിട്ട് തന്നെ വരുന്ന അങ്ങ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ സമയത്ത് തന്നെ ഈ സേറ വീട്ടിലിരുന്നിട്ട് ആ ഒരു വീഡിയോ, അതും ഈ രാധികയുടെ കുറിച്ചുള്ള ആ വ്ളോഗർ ചെയ്ത ആ വീഡിയോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വ്ളോഗർ ഇങ്ങനെ പറയുന്നത് തെറ്റ് ആരായാലും നമുക്ക് അത് തിരിച്ചറിയുന്നത് വരെ നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ സാറൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ തന്നെ സാർ അവളുടെ ഫോൺ എടുത്തിട്ട് ഈ രാധികയൊക്കെ അങ്ങ് കോൾ ചെയ്യാണ്.
ഈ സമയത്ത് രാധികയുടെ ഫോൺ അങ്ങനെ റിങ് ചെയ്യുന്ന സമയത്ത് രാധിക ഫോൺ എടുത്തിട്ട് ഹലോ എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ സേറ പറയുന്നുണ്ട്, ഞാൻ സേറയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സേറ അവളോട് പറയുന്നുണ്ട്, അല്ല നീ നിൻ്റെ ആറ്റുവാശ്ശേരി സദ്യ വീണ്ടും തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് തന്നെ ഈ രാധിക പറയുന്നുണ്ട്, ആ അതെ തുടങ്ങി മാഡം, എന്തെങ്കിലും ഓർഡർ എന്തെങ്കിലും വേണോ എന്നൊക്കെ ഒരു പരിഹാസത്തോടെ തന്നെ അവളോട് അങ്ങ് തിരിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, നീ എന്താടി ആളെ കളിയാക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അതേ ഇപ്പം ഓർഡർ പിടിക്കുന്ന സമയമാണ്, കാരണം ഞാനിപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, അപ്പം ഞാൻ അങ്ങോട്ട് പോയി ഓർഡർ പിടിക്കുന്ന സമയമാണ്, അതുകൊണ്ട് ചോദിച്ചതാണ് എന്നൊക്കെ ഇവളോട് വീണ്ടും അങ്ങ് കളിയാക്കിയിട്ട് അങ്ങ് പറയുന്നുണ്ട് രാധിക. ആ സമയത്ത് സേറ പറയുന്നുണ്ട്, എടി നീ എന്നോട് വല്ലാതെ കളിക്കാൻ വരണ്ട എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. ഇനി നിനക്കും നിൻ്റെ ഭർത്താവിനും എപ്പോഴെങ്കിലും കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്നെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്ക് എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്നോട് കളിക്കാൻ വന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്നുള്ളത്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അയ്യോ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊക്കെ. പിന്നെ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കുക എന്ന് പറയേണ്ട ഒരവസ്ഥ എനിക്കില്ല, കാരണം ഞാൻ ഇങ്ങനെയുള്ള ക്രിമിനൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളെ പോലെയുള്ള ക്രിമിനൽ കുറ്റങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒന്നും അന്വേഷിച്ചാൽ കിട്ടില്ല എന്നുള്ള പരിഹാസത്തോടു കൂടി തന്നെ രാധിക തിരിച്ചു അങ്ങ് മറുപടി പറയുന്നുണ്ട്. എന്നിട്ട് ഈ സമയത്ത് സേറ ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ലടി എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് തന്നെ രാധിക പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ ആരാണെന്ന് നന്നായിട്ട് അറിയാം. ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ വീട്ടിൽ പോയിട്ട് അവരുടെ ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ കല്യാണോ എന്തെങ്കിലുമൊക്കെ നടത്തി കൊടുക്കുക എന്ന് പറയും. എന്നിട്ട് അവിടെയുള്ള ആളുകളുടെ ഭക്ഷണത്തിൽ ഒന്നാകെ വിഷം കലർത്തി അവിടെയുള്ള ആളുകളെയൊക്കെ കൊല്ലാൻ നോക്കും. ഇങ്ങനെയുള്ള ഒരാളല്ലേ നിങ്ങൾ, അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഞങ്ങളുടെ നാട്ടിൽ വേറൊരു പേരാണ് പറയുന്നത്, അത് അത്രയും വലിയ മോശമുള്ള പേരായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആ പേര് പറയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ രാധിക വീണ്ടും വീണ്ടും ഈ സാറിനെ അങ്ങ് പരിഹസിച്ച് വിടുന്നുണ്ട്. അപ്പോൾ രാധികനോട് വീണ്ടും ഈ സാർ അങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് മൊത്തം രാധിക വീണ്ടും തിരിച്ച് സാറെ അത്രമാത്രം മോശപ്പെട്ട ഒരാളാണ് എന്നുള്ള കാര്യം സാറിനോട് തിരിച്ചങ്ങ് പറയുന്നുണ്ട്. അവസാനം തന്നെ രാധിക പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, കാരണം ഇത് എൻ്റെ ഡ്യൂട്ടി ടൈമാണ്, ഞാൻ ജോലി ചെയ്യുന്ന സമയമാണ്, അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ഒരാളോട് എനിക്ക് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ സാറ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, കാരണം സാർ അങ്ങോട്ട് വിളിച്ച് നാറണ്ടായിരുന്നു എന്നുള്ള ഒരു മട്ടിലാണ് എന്തായാലും സാർ അങ്ങ് നിൽക്കുന്നതൊക്കെ. പിന്നെ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും അവർ രണ്ടുപേരും അവരുടെ ഫ്ലാറ്റിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ഫ്ലാറ്റിൽ നിന്ന് അങ്ങ് പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് അവർ ഫ്ലാറ്റിൻ്റെ പുറത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ പ്രിയങ്കനോട് ഇങ്ങനെ ഈ സുകുമാര മുത്തശ്ശി പറയുന്നുണ്ട്, അല്ലടി മോളെ അവരോട് എത്ര പ്രാവശ്യം പറഞ്ഞതാണ്, നമ്മുടെ കുടിശ്ശിക ആകെ 1 മാസത്തെ മുടക്കല്ലേ വന്നിട്ടുള്ളൂ, എന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഇടം കിട്ടുന്നത് വരെ ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്താ നമ്മളോ സമ്മതിക്കാതിരുന്നത്, എത്രയും പെട്ടെന്ന് എന്തിനാണ് ഇങ്ങനെ പുറത്താക്കിയത് എന്നുള്ള കാര്യം ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, അത് മുത്തശ്ശി 1 മാസത്തെ കുടിശ്ശിക തന്നെ അവിടെ അങ്ങനെ സ്റ്റക്കായി നിൽക്കല്ലേ, കൊടുക്കാതെ നിൽക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, 1 മാസത്തതല്ലേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടില്ലേ, പിന്നെന്താ അവർക്ക് ഇത്ര പ്രശ്നം എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശി അതൊന്നും അല്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളുകൾ ഇവിടെ വന്ന് ബഹളം വെച്ചില്ലേ, അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെയുള്ള ബാക്കിയുള്ള ആളുകൾ നേരെ വിളിച്ചിട്ട് അസോസിയേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ അത്രയും പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്ത് നമ്മൾ രണ്ടുപേരെയും ഇവിടുന്ന് അങ്ങ് പുറത്താക്കിയിട്ടുള്ളത്, അതുകൊണ്ടാണ് അവർ നമ്മളെ പെട്ടെന്ന് തന്നെ പുറത്താക്കിയത് എന്നുള്ള കാര്യം ഈ പ്രിയങ്ക അങ്ങ് പറയാണ്. എന്നിട്ട് പ്രിയങ്ക ഇങ്ങനെ പറയുന്നുണ്ട്, അതെന്തായാലും അങ്ങനെ തന്നെയാണ് മുത്തശ്ശി, കാരണം സിനിമാക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ പിന്നെ എല്ലാവരും കൈയൊഴിയും, എല്ലാവർക്കും കുറ്റം പറയാനേ നേരം ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഈ പ്രിയങ്ക പറയുന്നുണ്ട്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും എന്താണ് ഈ മോളെ നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ സംഭവിക്കുന്നത്, നമുക്ക് ആരെങ്കിലും തോൽപ്പിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ അവരെ തോൽപ്പിച്ചിരിക്കും, പക്ഷേ എന്ത് പറയാനാ, നമ്മളാണെങ്കിൽ അവസാനം ജയിക്കൂല്ല, അവരെ തോൽപ്പിച്ചിട്ട് നമുക്കൊരു കാര്യം കിട്ടുന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ സുകുമാരി മുത്തശ്ശി. വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് അവസാനം കല ഉടഞ്ഞു പോയി എന്ന് പറയുന്ന മട്ടിൽ നമ്മുടെ അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആ പ്രൊഡക്ഷൻ കൺട്രോളറും മാനേജറും കൂടിയിട്ട് ഒരു ബൈക്കിൽ അങ്ങ് വരുന്നത്. അപ്പോൾ ഇവർ വരുന്ന സമയത്ത് തന്നെ സുകുമാരി മുത്തശ്ശി ആ പ്രൊഡക്ഷൻ കൺട്രോളറോട് അങ്ങ് കയർത്തങ്ങ് സംസാരിക്കാനും, അപ്പോൾ ഇയാളോട് ഇങ്ങനെ പറയുന്നുണ്ട്, എവിടെ പോയിരിക്കുകയായിരുന്നോ ഇത്ര നേരം, എത്ര നേരമായിട്ടോ നിങ്ങളോട് വരാൻ പറഞ്ഞിട്ട്, എന്നിട്ട് ഇപ്പോഴാണ് കുറ്റിയും പറിച്ച് വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഈ സുകുമാരി മുത്തശ്ശി അങ്ങ് കയർത്ത് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ വേഗം വന്നിട്ട് ഈ സുകുമാരി മുത്തശ്ശിനോട് അങ്ങ് പറയുന്നുണ്ട്, ഒന്ന് മിണ്ടാതിരിക്കാൻ എൻ്റെ അമ്മച്ചി എന്നൊക്കെ പറയണേ. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അമ്മച്ചിയോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇയാളങ്ങ് തിരിച്ച് പറയുന്നുണ്ട്, ഇനി അങ്ങനെയൊക്കെ മതി, അമ്മച്ചി എന്നുള്ള വിളിയൊക്കെ മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് എനിക്ക് ഇങ്ങനെ കോൾ ചെയ്യുന്നുണ്ട്, അതും പൈസ തിരിച്ചു കൊടുക്കാനുള്ള ആളുകളാണ് ഈ വിളിക്കുന്നത്, അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ മറുപടി പറയണ്ടേ,
അതിനാണ് എനിക്ക് സമയം പിടിച്ചത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഇയാളൊരു കുറച്ച് ഒരു ജാടയിൽ അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല നിങ്ങൾക്കുള്ള പൈസ ഒക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് തന്നെ തിരിച്ചു തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ കൂലി നിങ്ങൾ മാസം കറക്റ്റായിട്ട് തന്നെ തന്നിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം ഇവരങ്ങ് പറയുന്ന സമയത്ത് ഇയാൾ പറയുന്നുണ്ട്, അതേ നിങ്ങൾ തന്ന പൈസ എന്ന് പറഞ്ഞത് നിങ്ങൾ എനിക്ക് ജോലി ചെയ്തതിൻ്റെ കൂലിയാണ്, അല്ലാതെ നിങ്ങളുടെ ഔദാര്യമായിട്ടുള്ള രീതിയിലൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ജോലി ചെയ്തതിൻ്റെ കൂലി വാങ്ങൽ എനിക്കൊരു നാണക്കേടായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്നുള്ള കാര്യം ഇയാളങ്ങ് പറയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ നിൻ്റെ സംസാരത്തിലൊരു അഹങ്കാരം എന്നൊക്കെ ഇങ്ങനെ ഇവരങ്ങ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ മതി എന്നൊക്കെ അങ്ങനെ പറയണം, ഇനി ഞങ്ങൾ നിങ്ങളുടെ കീഴിൽ അങ്ങ് ജോലി ചെയ്യാനൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം ഇയാൾ അങ്ങ് തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളല്ല പറഞ്ഞത് ആദ്യത്തെ ഈ ഒരു ദിവസം പറഞ്ഞാൽ ആളുകൾ കയറിയിട്ടില്ലെങ്കിലും അടുത്ത ദിവസം മുതൽ ആളുകളുടെ പ്രവാഹമായിരിക്കും ഈ ഒരു തിയേറ്ററിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരൊറ്റ സിനിമ തിയേറ്ററിൽ പോലും ആൾ കയറിയിട്ടില്ലല്ലോ, ഇപ്പോൾ സിനിമ തന്നെ മാറിയിട്ടുണ്ട്, നമ്മുടെ സിനിമ ഒക്കെ നിർത്തി വെച്ചിട്ട് അടുത്ത സിനിമയൊക്കെയാണ് ഇപ്പോൾ റിലീസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇവരങ്ങ് അയാളോടങ്ങ് പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അതെ ഈ സിനിമ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് നിങ്ങളുടെ കുറ്റം തന്നെയാണ്, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞ് എന്തിനാണ് എന്നുള്ള കാര്യം ഇയാളങ്ങ് പറയുന്ന സമയത്ത് ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല ഞങ്ങൾ പറയാൻ വരട്ടെ, നീ തന്നെ പറയാം എന്തുകൊണ്ടാണ് ഈ സിനിമ പൊട്ടിയത് എന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ ഇവനോട് അങ്ങ് തിരിച്ചങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നുണ്ട്, നിങ്ങളുടെ സിനിമയിലേക്ക് വർക്ക് ചെയ്യാമെന്ന ആർക്കെങ്കിലും നിങ്ങൾ സമാധാനത്തോടെ ഒന്ന് ജോലി ചെയ്യാനോ അവരുടെ ഇഷ്ടപ്രകാരം ഒന്ന് ജോലി ചെയ്യാനോ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. അഭിനയിക്കാൻ വന്നവരെ അഭിനയിക്കാൻ പഠിപ്പിക്കുക, സിനിമയുടെ പ്രൊഡ്യൂസറെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നൊക്കെ പഠിപ്പിക്കുക, പിന്നെ മ്യൂസിക് ചെയ്യാൻ വന്നവരെ മ്യൂസിക് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിക്കുക, ഒക്കെ അങ്ങ് തിരിച്ചങ്ങ് പഠിപ്പിക്കുകയല്ലായിരുന്നു. ആരെയും അവരുടെ ഇഷ്ടപ്രകാരം അങ്ങ് ജോലി ചെയ്യാൻ പോലും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതുപോലെ അങ്ങ് സംഭവിച്ചത്, നിങ്ങളുടെ സിനിമ പൊട്ടിയത്. ഇനി നിങ്ങൾക്ക് ആകെയുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് തെരുവിൽ തണ്ടലാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇനി തെരുവിൽ അങ്ങ് തെണ്ടിക്കോളൂ. ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ കൂടെ തെരുവിൽ തണ്ടാനൊന്നും ഇറങ്ങുന്നില്ല, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഞാനാണെങ്കിൽ ഒരുപാട് കാലം ഈ ഒരു ഫീൽഡിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി തെരുവിൽ തണ്ടൽ തന്നെയായിരിക്കും ജോലി എന്ന് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ ഇയാൾ ഒരു പരിഹാസ ഭാഗത്തിൽ ഇവരോട് രണ്ടുപേരോട് അങ്ങ് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ എന്തായാലും ഞങ്ങളെ വൈക്ക് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഈ പ്രിയങ്കനോട് അങ്ങ് പറയുന്നുണ്ട്, എടി എൻ്റെ പൊന്നു മോളെ ഈ തള്ളയുടെ കൂടെ നടന്നിട്ട് നിങ്ങളുടെ ഭാവി കൂടി നശിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ അങ്ങ് വണ്ടി കയറി പോവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ സുകുമാരി മുത്തശ്ശി അയാളോട് അങ്ങ് വിളിച്ച് പറയുന്നുണ്ട്, എടാ പോകുന്നതിൻ്റെ മുന്നേ ഞങ്ങളെ ബാഗൊന്ന് വണ്ടിയിലേക്ക് അങ്ങ് വെച്ച് തന്നിട്ട് പോടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അമ്മച്ചി തന്നെ അങ്ങ് സ്വന്തം വെച്ചാൽ മതി, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ബാഗൊന്നും വെച്ച് കൊടുക്കാതെ അവരെ വണ്ടിയിൽ കയറിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് സ്ഥലം കാലിയാക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഇനി നമ്മൾ എങ്ങനെ ജീവിക്കാം മുത്തശ്ശി, നമ്മളിനി എങ്ങോട്ടാണ് പോവുക, നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു ഒറ്റ പൈസ പോലും ഇല്ല എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അതേ നമുക്ക് വേറൊരു ഇപ്പം പിടിച്ച് നിൽക്കാനൊരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ കയ്യിൽ മേലൊക്കെ ഉള്ള ഈ സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ വാങ്ങിയ ഈ കാറും ഉണ്ട്, ഇതൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്തായാലും താമസിക്കാൻ എവിടെയെങ്കിലും ഒരു വീട് എന്നിട്ട് അപ്പം ആലോചിക്കുക ബാക്കി എന്താന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, വേറെ എന്താ ഒന്നും ആലോചിക്കാനല്ല, രണ്ടുപേർക്കും കൂടി അങ്ങ് ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം അങ്ങ് ഈ പ്രിയങ്ക പറയാണ്. അപ്പോൾ പ്രിയങ്കനോട് സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, എന്താടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ അങ്ങനെയൊന്നും പറയില്ല, നിൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ അല്ല കൂട്ട് നിന്നത്, എന്നെ ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ എനിക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷേ നിന്നെ പറ്റി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ദേഷ്യത്തോടെ സംസാരിച്ച് അവരോട് എനിക്ക് പകയായിരിക്കും, അതുകൊണ്ട് അവരെ പക വീട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങളും നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശി ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശിനോട് എനിക്കൊരു ദേഷ്യമില്ല, എനിക്ക് ഇത്രയും ഒരുമിച്ച് എൻ്റെ എല്ലാ കാര്യത്തിനും കൂട്ടി നിൽക്കാൻ വേറെ ആരെക്കൊണ്ടും പറ്റില്ല, മുത്തശ്ശി മാത്രമാണ് എൻ്റെ എല്ലാ കാര്യത്തിനും, അതിനി തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഒക്കെ എൻ്റെ കൂടെ തന്നെ നിന്നിട്ടുള്ളത് മുത്തശ്ശി മാത്രമാണ്, അതുകൊണ്ട് എനിക്ക് യാതൊരു ദേഷ്യമില്ല, പക്ഷേ നമ്മളിനി എങ്ങനെ ജീവിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു ഐഡിയ ഇല്ല, ഏതെങ്കിലും ഒരു വൈക്കോൽ തുമ്പ് നമുക്ക് കിട്ടും എന്നൊക്കെ പ്രതീക്ഷ അങ്ങ് നിൽക്കാം, നമുക്കതിലൊന്ന് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട്, അതുവരെ നമുക്ക് ഇതുപോലെ അങ്ങ് പോകേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ഭാഗത്ത് എന്തായാലും എപ്പിസോഡ് അവസാനിക്കുകയാണ്. പിന്നെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ സോന ഇങ്ങനെ കാർ എടുത്ത് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ അവളുടെ കാറിൻ്റെ മുന്നിലേക്ക് ഒരാളങ്ങ് ചാടുന്നുണ്ട്, അവൾ ആ വണ്ടി ചെറുതായിട്ടൊന്ന് അയാളെ തട്ടിയിട്ടൊക്കെ ഉണ്ട്. ആ സമയത്ത് സോന കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാളെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതാരാണ് എന്താണ് എന്നൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ തന്നെ അറിയാം. മാത്രമല്ല ഈ സേറ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ വരുണും രാധികയും കൂടിയിട്ട് ഒരുമിച്ച് ഈ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഭയങ്കര സ്നേഹത്തോടെ ഇങ്ങനെ നടന്ന് വരുന്ന കാഴ്ച ഇങ്ങനെ കണ്ടിട്ട് ഈ സേറ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ സേറ വീട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഈ സോനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, അതെ രണ്ടുപേര് പരസ്പരം ഈഗോയും ദേഷ്യവും ഒന്നുമില്ലാതെ ഒരുമിച്ച് നിന്നാൽ, പരസ്പരം നല്ല വിശ്വാസത്തോടെ കൂടി നിന്നാൽ അവരെ തോൽപ്പിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല അല്ലേ എന്നുള്ള
ഇങ്ങനെ സോനനോട് സേറ പറയുന്നുണ്ട്. അത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ വരുണും രാധിക അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് ഒരുമിച്ച് നിന്നാൽ അവരൊരിക്കലും തോൽപ്പിക്കാൻ ഈ സേറക്ക് കഴിയില്ല എന്നുള്ള കാര്യമാണ് സേറ അങ്ങ് പറയുന്നത്. ആ സമയത്ത് സോന പറയുന്നുണ്ട് അവരുടെ ഒരു സ്നേഹവും വിശ്വാസവും അങ്ങ് തകർത്ത് കളഞ്ഞാലോ എന്നുള്ള കാര്യം ഇങ്ങനെ സോന അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ സേറ ഇങ്ങനെ അവളോട് ചോദിക്കുന്നുണ്ട് അത് എങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം മിക്കവാറും സോന ഈ വരുണിൻ്റെ രാധികയുടെ ഇടയിൽ അങ്ങ് കയറിയിട്ട് ഈ വരുണിനോട് എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ വരുണിനെ അങ്ങ് വശത്താക്കിയിട്ട് ഈ രാധികനെയും വരുണിനെയും അങ്ങ് വേർപിരിക്കാനുള്ള പ്ലാനാണ് എന്നുള്ള കാര്യം എന്തായാലും ഷുവറാണ്. അപ്പോൾ അത് തന്നെ ആയിരിക്കും ഇവളുടെ പ്ലാൻ എന്നൊക്കെ തോന്നുന്നു. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഈ ഒരു പ്രൊഡിക്ഷൻ ശരിയാകോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ, ആൾ നാളെ കാണാം.